ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റുകളുടെ വീക്കിലി എക്സ്പയറി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സെബി ഒരു കൺസൾട്ടേഷൻ പേപ്പർ 1 മാസത്തിനുള്ളിൽ മൂവ് ചെയ്തേക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും ബ്രോക്കേജിംഗ് സർവീസ് കമ്പനികൾ റിലേറ്റഡ് ആയിട്ടുള്ളതുമായ സ്റ്റോക്കുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. കൂടാതെ F&O സെഗ്മെൻറ്റിലെ റീറ്റെയിലർ പാർട്ടിസിപ്പേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി സെബി ചില നിയന്ത്രണങ്ങൾ കൈക്കൊള്ളാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 1 മാസമായി F&O സെഗ്മെൻറ്റിലുള്ള റീറ്റെയിലർ പാർട്ടിസിപ്പേഷനിൽ കുറവ് വരികയും ക്യാഷ് സെഗ്മെൻറ്റിലുള്ള റീറ്റെയിലർ പാർട്ടിസിപ്പേഷൻ 3 ഇരട്ടിയോളം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. സെബിയുടെ ഉദ്ദേശവും ഇത് തന്നെയാണ്. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് സെഗ്മെൻറ്റിലുള്ള റീറ്റെയിലർ പാർട്ടിസിപ്പേഷൻ കുറച്ച് കൂടുതൽ റീറ്റെയിലേഴ്സിനെ ക്യാഷ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക. ഇതിനു വേണ്ടിയാണ് F&O സെഗ്മെൻറ്റിലെ റീറ്റെയിലർ പാർട്ടിസിപ്പേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സെബി കൈക്കൊള്ളുന്നത്. കൂടാതെ NSEയുടെയും BSEയുടെയും എക്സ്പയറി ഡേറ്റിലും സെബി ആൾറെഡി മാറ്റം വരുത്തി കഴിഞ്ഞു. NSEയുടെ എക്സ്പയറി ഡേറ്റ് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റുകയും BSEയുടെ എക്സ്പയറി ഡേറ്റ് വ്യാഴാഴ്ച തന്നെ നിലനിർത്തുകയും ചെയ്തു. ഇതുവഴിയും ഡേയിലുള്ള, അതായത് പർട്ടിക്കുലർലി എക്സ്പയറി ഡേയിലുള്ള റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ സെബിക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾക്ക് ബ്രോക്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിലും സ്റ്റോക്ക് മാർക്കറ്റ് സർവീസ് നൽകുന്ന സ്റ്റോക്കുകളിലും പ്രകടമായിട്ടുണ്ട്. BSE ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും 4% ഇടിഞ്ഞു 2000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിനടുത്തേക്ക് നീങ്ങുകയാണ്. ഏതെങ്കിലും കാരണവശാൽ 2000 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 1750, 1500 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഇടിഞ്ഞേക്കാം. രണ്ടാമത്തേത് ഏഞ്ചൽ 1 ആണ്. ഏഞ്ചൽ 1 എന്ന സ്റ്റോക്ക് 3200 നിന്നും ഇടിഞ്ഞ് 2222 എത്തിയിട്ടുണ്ട്. ഏഞ്ചൽ 1നെ സംബന്ധിച്ചിടത്തോളം 2000 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടിനോടൊപ്പം മൾട്ടിപ്പിൾ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു സോൺ കൂടിയാണ്. ഈ 2000 എന്ന സപ്പോർട്ടിനെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2000 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ ഏഞ്ചൽ 1 എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാകാനുള്ള സാധ്യതയുമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന രണ്ടാമത്തെ അപ്ഡേറ്റ്, റഷ്യയിൽ നിന്നും പെട്രോൾ വാങ്ങുന്ന അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും ക്രൂഡ് വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മുകളിൽ 100% താരിഫ് ഏർപ്പെടുത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ ഈ അഭ്യർത്ഥന യൂറോപ്യൻ യൂണിയൻ തള്ളി എന്ന രീതിയിൽ പുറത്തുവരുന്ന അപ്ഡേറ്റുകളാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഈ വർഷം ഫൈനലൈസ് ആകാനിരിക്കെ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ പോസിറ്റീവ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ടെക്സ്റ്റൈൽ, ഫാർമസ്യൂട്ടിക്കൽ, ഓട്ടോ ആൻസിലറി, എഞ്ചിനീയറിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിച്ചേക്കാം. 2024 എക്സ്പോർട്ട് ഡേറ്റ പ്രകാരം ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ $2.88 ബില്യൺ റവന്യൂ ആണ് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള എക്സ്പോർട്ട് വഴി സമ്പാദിച്ചത്. അതോടൊപ്പം തന്നെ ജ്വല്ലറി, ജെംസ് പോലുള്ള സെക്ടറിലും ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിച്ചേക്കാം. അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം അപ്പോളോ ടയർ, ഐസ്ചെക് ഹെവി എഞ്ചിനീയറിംഗ്, അരവിന്ദ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഈ അപ്ഡേറ്റിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോളോ ടയറിൻ്റെ ടോട്ടൽ റവന്യൂവിൻ്റെ 26% ജനറേറ്റ് ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. കൂടാതെ ഐസ്ചെക് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡർ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ ഒരു സൈസബിൾ ഓർഡർ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അരവിന്ദ് ലിമിറ്റഡ് എന്ന ടെക്സ്റ്റൈൽ ഫാഷൻ ബ്രാൻഡിനും യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിൽ സിഗ്നിഫിക്കൻ്റ് എക്സ്പോസർ ഉണ്ട്. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്ക് മുകളിൽ 100% താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനം തള്ളിയതിൻ്റെ ബെനിഫിറ്റ് ഈ സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ IT സർവീസ് സെക്ടറിലെ TCS എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാം. മറ്റ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ഫാർമ സെക്ടറിൽ നിന്നും സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി, സൈഡസ് ലൈഫ് സയൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്കും ഈ അപ്ഡേറ്റിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. FMCG സെക്ടറിലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡാബർ തുടങ്ങിയ സ്റ്റോക്കുകളെയും ഈ ന്യൂസ് പോസിറ്റീവായി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.